ചിലർ തടി കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ചിയാ സീഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അളവിൽ കൂടുതലായി പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഈ തടി കുറയുന്നതിന് പകരം തടി കൂടും. പിന്നെ ഇതിലൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഗ്ലൂട്ടൻ ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഗ്ലൂട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്ലൂട്ടൻ അലർജിക് ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. നമുക്കിപ്പോൾ അറിയാം, കുറേ പേരുണ്ട് ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് ഈ ചിയാ സീഡ് യൂസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ പത്മശ്രീ KM, ആയുർവേദ ഫിസിഷ്യൻ, GK ആയുർവേദ ഹെൽത്ത് കെയർ, മുട്ടത്തറ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചിയാ സീഡിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ചിയാ സീഡ് മാർക്കറ്റിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാക്സ് സീഡും ചിയാ സീഡും തമ്മിൽ ഒരു രൂപസാദൃശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ചിയാ സീഡ് എന്ന് പറയുമ്പോഴും ഇതിൽ വളരെയധികം പ്രോട്ടീനും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ഉൽപ്പന്നമാണ്. അപ്പം നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിൽ കാൽസ്യം കണ്ടൻ്റൊക്കെ വളരെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അളവ് എത്രത്തോളം കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് കൂടുതലായിട്ടും കഴിക്കാവുന്നതിൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ എത്ര കഴിക്കണം എന്നുള്ളവരൊക്കെ പലരും വന്ന് ചോദിക്കാറുണ്ട്. ചിലർ തടി കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ചിയാ സീഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അളവിൽ കൂടുതലായി പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഈ തടി കുറയുന്നതിന് പകരം തടി കൂടും. അപ്പോൾ അതുകൊണ്ട് എത്ര അളവിൽ കഴിക്കണം എന്നുള്ളത് നിങ്ങൾ വളരെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് പണ്ട് തെക്കേ അമേരിക്കയിലാണ് ഇതിൻ്റെ യൂസ് ആദ്യമായിട്ട് ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് അരി വന്നു, ഗോതമ്പ് വന്നു, മൈദ വന്നു, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നതിൻ്റെ ആധിക്യം വന്നതോടുകൂടി ഈ ചിയാ സീഡൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രതീതി അങ്ങ് പതുക്കെ ഉപയോഗത്തിൽ നിന്ന് തന്നെ അങ്ങ് പോയി. അപ്പോൾ ആളുകൾ പതുക്കെ അത് മറന്ന് തുടങ്ങി. പിന്നെ അതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ കുറച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ആളുകൾ ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ചിയാ സീഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇതിലൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഗ്ലൂട്ടൻ ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഗ്ലൂട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്ലൂട്ടൻ അലർജിക് ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. നമുക്കിപ്പോൾ അറിയാം, കുറേ പേരുണ്ട് ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് ഈ ചിയാ സീഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഗ്ലൂട്ടൻ അലർജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം അതുപോലെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. ഈ ചിയാ സീഡ് യൂസ് ചെയ്യുന്നവർക്ക് ഈ മലബന്ധം പോലത്തുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പലരും പറയാറുണ്ട്, രാവിലെ എണീറ്റ് എന്തെങ്കിലും പഴങ്ങൾ കഴിച്ചോ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചോ മാത്രമാണ് ഈ ഒരു ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നത്, അല്ലാതെ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഒരു ചിയാ സീഡ് യൂസ് ചെയ്യാൻ വളരെ ഉപയോഗം ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളവും ആഡ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരിക്കുക. അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ വെള്ളം കുടിക്കുക. അപ്പോൾ ഇത് കുടിക്കുന്നത് ഇതുപോലെ മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾക്കും ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ലാതെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സലാഡിൻ്റെ ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ എന്തെങ്കിലും സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കൂടെ ആഡ് ചെയ്ത് സ്മൂത്തി ആയിട്ടും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം യൂസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ടോപ്പിംഗ് പോലെയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ആഡ് ചെയ്തോ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പോൾ പല എനർജി ബാറുകളിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. ചിയാ സീഡിൻ്റെ കൂടെ ചേർത്ത് വരുന്ന എനർജി ബാർസൊക്കെ ഉണ്ട്. പക്ഷേ അത് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അതിൽ ഇതുപോലെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള മധുരം, ആഡഡ് ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ അത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ചിയാ സീഡ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണ്. അധികം വിലയൊന്നും ഇല്ല, എല്ലാവർക്കും വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതിൽ ഫൈബർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫൈബർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഹാർട്ടിന് വളരെ നല്ലതാണ്. അതുപോലെ ഡൈജഷൻ നന്നായിട്ട് നടക്കും. അതുപോലെ നമുക്ക് വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ, അതായത് ബോഡിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ കാൽസ്യം കണ്ടൻറ്റ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലിന് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുട്ടികൾക്ക് ഇത് കൊടുക്കാം എന്ന് പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ നമുക്കിതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ചിയാ സീഡ് യൂസ് ചെയ്യുന്ന സമയത്ത് തടി കുറയ്ക്കാൻ സഹായിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തടി കുറയ്ക്കാൻ എത്ര അളവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മാക്സിമം ഒരു 1.5 ടേബിൾ സ്പൂണോ മതി ഒരു ദിവസം. അപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് ഞാൻ നേരത്തെ
പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണാണ് അതിൻ്റെ ഒരു കണക്ക് ഒരു ദിവസം യൂസ് ചെയ്യുന്നതിൻ്റെ. കാരണം നമുക്കൊരു ഇതിൽ ഞാൻ പറഞ്ഞ ഫൈബർ കണ്ടൻ്റ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 25 അല്ലെങ്കിൽ 30 ഗ്രാമിന് താഴെ ഫൈബർ നമ്മുടെ ശരീരത്തിൽ മതിയാവും. അതിൽ കൂടുതൽ വന്നാലും അധികമായിട്ടുള്ള കാര്യം ചെയ്താൽ അമൃതം വിഷമാണെന്ന് നമ്മൾ കേട്ടിട്ടില്ല. അതേപോലെ തന്നെ കൂടുതൽ ഫൈബർ വന്നാലും നമുക്ക് പ്രശ്നമാണ്. ഫൈബർ നമുക്കറിയാം, നമുക്ക് മലബന്ധമൊക്കെ മാറാൻ ഫൈബർ വേണം. അപ്പോൾ ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ് ചിയാ സീഡ് യൂസ് ചെയ്യുന്നത് തടി കുറയ്ക്കാൻ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു അളവ് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 28 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാലറി കണ്ടൻറ്റ് വരുന്ന ഒരു 130 അപ്പോൾ 130 കാലറി പെർ എനർജി. അതുപോലെ തന്നെ നമ്മളൊരു ഫാറ്റ് കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ അതൊരു 8 ഗ്രാമോളം വരും. അതുപോലെ കാർബോഹൈഡ്രേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 13 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഫൈബർ നോക്കുകയാണെങ്കിൽ 11 ഗ്രാമോളം ഫൈബർ വരുന്നുണ്ട്. ഇനി പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ ഒരു 5-5.5 ഗ്രാമോളം പ്രോട്ടീനും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടൻ്റാണ് ഈ ഒരു ചിയാ സീഡിൻ്റെ ഈ ഒരു അളവ് വരും. വേറെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കിന്നിന് വളരെ നല്ലതാണ്, അതുപോലെ ഹെയറിന് നല്ലതാണ്. ഈ പ്രോട്ടീനും കാൽസ്യം ഉണ്ട്, അതുപോലെ ഞാൻ പറഞ്ഞ ഫൈബർ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ഓവറോൾ സ്കിന്നിൻ്റെ ഹെൽത്തും ഹെയറിൻ്റെ ഹെൽത്തും എല്ലാം ഇത് കീപ്പ് ചെയ്ത് പോവും. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും മെഡിക്കേഷൻ എടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ബ്ലഡ് തിന്നിങ് ആയിട്ടുള്ള മെഡിക്കേഷനൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ചിയാ സീഡ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിരിക്കണം. കാരണം ഇത് നമ്മൾ ബ്ലഡ് തിന്നിങ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ചിയാ സീഡും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷൻ കുറച്ച് പ്രോലോങ് ചെയ്യും, അതായത് കുറച്ച് നീളും. അപ്പോൾ പെട്ടെന്ന് ഒരു വീഴുവോ തട്ടോ മുട്ടോ ഒക്കെ ചെയ്ത് കാല് മുറിയോ കൈ മുറിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യത്തില്ല. ബ്ലീഡിങ് കുറച്ച് കൂടുതലായിട്ട് പോകുന്നതായിട്ട് തോന്നും. കാരണം ഈ ഒരു ബ്ലഡ് തിന്നിങ് മെഡിസിൻ യൂസ് ചെയ്യുന്നതിൻ്റെ ആക്ഷൻ ഇത് കുറച്ച് കൂട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ മെഡിസിൻ വല്ലതും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഇതിൻ്റെ ഒരു അളവ് ഇതെടുക്കാമോ അല്ലെങ്കിൽ ഞാനിത് കഴിക്കാൻ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടേ ഇത് കഴിക്കാവൂ. ബാക്കിയുള്ളവർക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് തടി കുറയാനും ഇതൊക്കെ നല്ല സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഇനി നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഉണ്ട് ഇതിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർബ് കൂടുന്നത് വഴി നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഈ ബ്ലോട്ടിംഗ് സെൻസേഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ ബ്ലോട്ടിംഗ് സെൻസേഷനോ ഗ്യാസിൻ്റെ ഇഷ്യൂസോ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ വളരെ കുറച്ച് തന്നെ ഇത് കഴിക്കാൻ നോക്കണം.